ഹായ് ഗൈസ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സമയത്തൊക്കെ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ കൊണ്ടുള്ള വൈനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ പൈനാപ്പിൾ ചെയ്തിട്ടില്ല. മുന്തിരി വൈൻ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല. അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൈനാപ്പിൾ കൊണ്ടുള്ള വൈൻ ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ 2 പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. 2 കിലോ 2 പൈനാപ്പിളും കൂടി ഏതാണ്ട് 3 കിലോ അടുപ്പിച്ചുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ട് പൈനാപ്പിളും വെച്ചാണ് നമ്മളിന്ന് വൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതും ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കട്ട് ചെയ്യുന്ന കത്തി ഉൾപ്പെടെ ഒന്നിലും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവാതെ കഴുകി ഉണക്കി വച്ചിരിക്കണം. എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സാധനം ഇല്ലാതാവും. നല്ല രീതിയിൽ പഴുത്ത പൈനാപ്പിൾ വേണം ഇതിനു വേണ്ടി എടുക്കാനായിട്ട്. പച്ചയെന്നെടുത്ത് ചെയ്യരുത്. ഇനി ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഇനി നാളെ 1-ാം തീയതിയാണ്. അപ്പോൾ ക്രിസ്മസിന് ഇനി ഏതാണ്ട് 25 ദിവസത്തോളം ഉള്ളൂ. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വൈന് ക്രിസ്മസ് ആകുമ്പോഴേക്കും കിട്ടും. നമുക്ക് കേക്കിനോടൊപ്പമൊക്കെ വൈൻ കഴിക്കാം ആ സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് പേര് കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഭരണി എടുത്തിട്ട്, നിങ്ങൾ ഭരണി ഇല്ലെന്നുണ്ടെങ്കിൽ ചില്ല് കുപ്പി വാങ്ങിച്ച് അതിൽ ചെയ്താലും മതി. ഇപ്പോൾ എല്ലാത്തിലും ആൾക്കാർ ചെയ്യണുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് വീട്ടിൽ പഴയ ഭരണി ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നന്നായിട്ട് തൊലി ചെത്തണമെന്നൊന്നുമില്ല, കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്കിന്നെ ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിലുള്ള ജ്യൂസെല്ലാം ഇതാ പോയാണ്. നിങ്ങളെ കൊണ്ട് എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിയണം. നമുക്കിതിനെ കൂടെ അരിഞ്ഞെടുക്കാം. ഓഫാക്കി. അപ്പോൾ ഒരെണ്ണം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ ഇതോട്ട് വാരിയിടാം. അപ്പോൾ ചിലവർ കുറച്ച് പഞ്ചസാര കുറച്ച് ഇത് അങ്ങനെയൊക്കെ ഇടും. ഞാൻ അങ്ങനെയല്ല, മൊത്തത്തിൽ ഇട്ടതിന് ശേഷം എങ്ങനെ ആയാലും ലാസ്റ്റ് അത് ഇളക്കണം. അപ്പോഴേക്കും എങ്ങനെ ആയാലും ഇളക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ മൊത്തത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. അതാണ് നല്ലത്. ഓഫാക്കാം. അപ്പോൾ 2ാമത്തെ പൈനാപ്പിൾ നമ്മൾ അരിയാണ്. ആദ്യത്തെ തന്നെ അരിഞ്ഞ് ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചു വിടും.
പിച്ചാത്തില്ല, അത് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ പൈനാപ്പിൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിനെ എടുത്ത് മാറ്റിയിട്ട്, അപ്പോൾ നമ്മൾ ഇതാ 3 കിലോ എന്തോന്നത് പൈനാപ്പിൾ 3 കിലോ പൈനാപ്പിൾ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 കിലോ പഞ്ചസാര. 3 കിലോ എല്ലാവരും പറയും 3 കിലോ ഒക്കെ ചേർക്കാൻ, അതായത് ഇത് എത്രയാണോ അതിനനുസരിച്ചാണ് പഞ്ചസാര ചേർക്കാൻ പറയുന്നത്. പക്ഷേ ഞാൻ ഇതിനു മുമ്പേ 3 കിലോ ഒരിക്കൽ ചേർത്തിട്ട്, മുന്തിരിയിൽ 3 കിലോ ചേർത്തിട്ട് ഉണ്ടാക്കി. പക്ഷെ ഭയങ്കര മധുരമായി. പിന്നെ ഞാൻ അതോടെ എടുത്തങ്ങ് കളഞ്ഞു. കുറച്ചൊന്ന് കുടിച്ചിട്ട് ബാക്കിയല്ല. അതോടെ എടുത്തങ്ങ് ഞാൻ കളഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ 2 കിലോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചത്. 1 കിലോ കുറച്ച്, അങ്ങനെ 2 കിലോ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഇതിലിനി ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ കറുകപ്പട്ട, അങ്ങനത്തെ സാധനം. ഇത് നമ്മൾ 30 രൂപയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനമാണ്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഓരോ പാക്കറ്റിനും ഓരോ സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും. അത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. മൊത്തം കീറിപ്പോവും. അപ്പോൾ ഒരു പട്ട എടുത്തിട്ടുണ്ട്. ഒരു പട്ട. ഇനി ഇതെല്ലാം ഉള്ളിലാണ്. ഒരു പൂ ഇട്ടിട്ടുണ്ട്. ഇനി 2 അതായത് ഇതിൻ്റെ പേരെന്ന് ഗ്രാമ്പു 2 എണ്ണം, 2 3 ഗ്രാമ്പു. ഓക്കെ. ഇനി ഏലക്ക ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല, അല്ലാതെ തന്നെ അങ്ങിടയാണ്. അല്ലാതെ തന്നെ അതിലുള്ള ഇതൊക്കെ കയറിക്കോളും. ഏലക്ക ഒന്നേ ഉള്ളൂ. ഏലക്ക ഇതിൽ ഒന്നേ ഉള്ളൂ. ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, മതി. ഇത്രയും സാധനത്തിന് വേണ്ടി ഞാൻ 30 രൂപയ്ക്കുള്ള ഇത് വാങ്ങിച്ചു. ഇത്രയും മസാല. ഇനി നമുക്കിടേണ്ടത് ഈസ്റ്റ് 10ൻ്റെ ഒരു ബോട്ടിൽ ഈസ്റ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് കിട്ടും. പിന്നെ അല്ലാതെ നല്ല ഷോപ്പുകളിലൊക്കെ കിട്ടും. നമ്മളെ വീടിനടുത്ത് കൂടെ ചെറിയ ഷോപ്പുകളില്ലേ. അപ്പോൾ ഇതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. 10ൻ്റെ ഒരു ഈസ്റ്റും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചൂടുവെള്ളം. ചൂടുവെള്ളം തണുത്തത് വെള്ളമാണ്. നല്ല തിളച്ച വെള്ളം എടുത്താണ്. ആരും ഒന്നും ഒഴിച്ച് കളയരുത്. 3 ലിറ്റർ പൈനാപ്പിളിന് 3 കിലോ പൈനാപ്പിളിന് 3 ലിറ്ററാണ് കണക്ക്. ഞാൻ 3 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പണി കിട്ടി. ഓഫാക്കി. അപ്പോൾ തടി കൊണ്ടുള്ള ഭരണി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. തടി കൊണ്ടുള്ള സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇനി ഇതിന് 1.5 വിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം 20 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ വൈൻ കാണാം. പിന്നെ ആ വീഡിയോ സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്, ഇതിൻ്റെ കൂടെ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് 20 ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ഞാൻ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.
ഹായ് ഗൈസ്, വെൽക്കം ടു റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന വൈനിൽ ചെറിയൊരു പണി കിട്ടി. അത് മറ്റേ ആ ഭരണി ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് ശരിയാവുമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. എന്തായാലും 20 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്താം. എങ്ങനെ വരുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അത് വരുമെങ്കിൽ കറക്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ.